സമാനതകളില്ലാത്ത ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് കേരളം. വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുന്നുവെന്ന ആശങ്കപ്പെടുത്തുന്ന വേദന നിറഞ്ഞ കണക്കുകളാണ് പുറത്തു വരുന്നത്. റിയാസ് KM ചേരുന്നുണ്ട്. റിയാസ്, ഈ നാവികസേനാ സംഘാംഗങ്ങൾ എപ്പോഴത്തേക്ക് എത്തിച്ചേരും? എന്താണ് അവരുടെ മുന്നിലുള്ള ഒരു ആക്ഷൻ പ്ലാൻ? ഈ നാവികസേനാംഗങ്ങൾ ഉച്ച കഴിയുമ്പോഴത്തേക്കും എത്തും എന്നാണ് പറയുന്നത്. അവരെ സംബന്ധിച്ച് റിവർ ക്രോസിംഗ് ടീമാണ്. അവരെത്തിക്കഴിഞ്ഞാൽ നേരെ ഈ പുഴ, നിലവിൽ അവിടെ കാലാവസ്ഥയ്ക്ക്, അതായത് കനത്ത മഴയ്ക്ക് ഒരു അല്പം ശമനം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം തുടരുകയാണെങ്കിൽ രക്ഷാപ്രവർത്തനം കൂടുതൽ സുഗമമാകും. അങ്ങനെയെങ്കിൽ ചൂരൽ മലയെയും ഒപ്പം തന്നെ മുണ്ടക്കയെയും ബന്ധിപ്പിക്കുന്ന പുഴ മുറിച്ചു കടന്നുകൊണ്ട്, കാരണം ഇവർ റിവർ ക്രോസിംഗ് ടീമാണ് ഏഴിമലയിൽ നിന്ന് വരുന്നത്, അവരെ ആ രീതിയിൽ രക്ഷാപ്രവർത്തനം നടക്കുക, അവിടെ കുടുങ്ങിക്കിടക്കുന്ന കുടുംബാംഗങ്ങളെ, ആളുകളെ ഒക്കെ രക്ഷപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇവരുടെ ദൗത്യം. അതിന് സമാന്തരമായിട്ടായിരിക്കും, അതിന്റെ ആനുപാതികമായിട്ടായിരിക്കും ഈ സമാന്തര പാലം എന്ന ദൗത്യവുമായി ഇന്ത്യൻ സൈന്യം മുന്നോട്ട് നീങ്ങുന്നത്. അത് ഈ ബാംഗ്ലൂരുവിൽ നിന്നുള്ള സംഘം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവരും ഉച്ചകഴിഞ്ഞ് എത്തുമെന്നുള്ളതാണ്. ഉച്ചകഴിഞ്ഞാൽ കൂടുതൽ രക്ഷാപ്രവർത്തനം കൂടുതൽ ത്വരിതഗതിയിലാകും എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് വ്യക്തമാകുന്നത്. കാലാവസ്ഥ കൂടി അനുകൂലമാകുന്നതോടുകൂടി അത് കൂടുതൽ പോസിറ്റീവായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴിതാ ലോക്സഭയിൽ ഈ വിഷയം രാഹുൽ ഗാന്ധി ഉന്നയിച്ചതിന് പിന്നാലെ ഈ വയനാട് ദുരന്തം രാജ്യസഭയിലും ഉന്നയിച്ചിരിക്കുന്നു. രാജ്യസഭാ MP അഡ്വക്കേറ്റ് ജെബി മേത്തറാണ് ഉന്നയിച്ചിരിക്കുന്നത്. അവർ പറഞ്ഞത്, വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം, കേരളത്തിന് 5000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് അനുവദിക്കണം, 250ഓളം പേരെ കാണാതായിട്ടുണ്ട്, മരണമടഞ്ഞവരുടെ കുടുംബത്തിന് 25 ലക്ഷം രൂപ സഹായം അനുവദിക്കണം എന്നുള്ളതാണ്. ചൂരൽ മലയിൽ തകർന്ന പാലത്തിന് പകരം താൽക്കാലിക പാലം സൈന്യം നിർമ്മിക്കണം, സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര സംഘത്തെ വയനാട്ടിലേക്ക് ഉന്നയിക്കണമെന്നും ഇപ്പോൾ അവർ ശൂന്യവേളയിൽ, രാജ്യസഭയിലെ ശൂന്യവേളയിലാണ് ഇപ്പോൾ അവർ വിഷയം ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും അതിപ്പോൾ ലോക്സഭയിലും രാജ്യസഭയിലും ഈ വിഷയം ചർച്ചയാകുന്നു എന്നുള്ളത് തന്നെയാണ്. അത് കൂടുതൽ ദേശീയ ശ്രദ്ധ കിട്ടാൻ സഹായിക്കുന്നു. എന്തായാലും പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ, പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ രാജ്യത്തിന്റെ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുന്നു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ അങ്ങോട്ടേക്ക് അയക്കാനുള്ള ഒരു സംവിധാനം, വയനാട്ടിലേക്ക് അദ്ദേഹത്തോട് പുറപ്പെടാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനായിരിക്കും ഇത്തരം കാര്യങ്ങൾ നേരിട്ട് ഇനി ഏകോപിപ്പിക്കുക എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രക്ഷാദൗത്യം കൂടുതൽ ഊർജ്ജസ്വലമായി ഇനി നടക്കും എന്നുള്ളതാണ്. എത്ര പേരുടെ മൃതദേഹങ്ങൾ ഇനിയും കണ്ടെത്താനുണ്ട് എന്നത് സംബന്ധിച്ച വ്യക്തതയില്ല. ഇപ്പോൾ മരണസംഖ്യ 70ലേക്ക് അടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനിയും അത് വർദ്ധിക്കാൻ മാത്രമാണ് സാധ്യതയുള്ളത്. ഇത് ഇനിയും ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനിയും ആളുകളെ കണ്ടെത്തേണ്ടതുണ്ട്. മണ്ണിൽ പൊതിഞ്ഞു കിടക്കുന്നവർ എത്രയുണ്ട് എന്ന് കണ്ടെത്തേണ്ടുന്ന ഒരു സ്ഥിതിയാണ്. അതിനുള്ളൊരു ദൗത്യമാണ് ഇപ്പോൾ NDRFന്റെ നേതൃത്വത്തിൽ, ഇപ്പോൾ വയനാട്ടിലെത്തിയ സൈന്യത്തിന്റെ പാറ്റൂണിന്റെ നേതൃത്വത്തിൽ ചൂരൽ മലയിൽ നടക്കുന്നത്. ചൂരൽ മലയിൽ നിന്നും മുണ്ടക്കൈയിലേക്ക് എത്തണമെങ്കിൽ അവിടെ സമാന്തര പാലം അനിവാര്യമാണ്. ആ സമാന്തര പാലം നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഇടപെടലുകളും പ്രവർത്തനങ്ങളുമായിരിക്കും ഇനി സൈന്യം വരുമ്പോൾ നടത്തുക. നാവികസേന എത്തിക്കഴിഞ്ഞാൽ അവർ നടത്തുന്നത് ഈ പുഴ മുറിച്ച് കടന്നുകൊണ്ടുള്ള രക്ഷാദൗത്യത്തിനായിരിക്കും പ്രാമുഖ്യം നൽകുക. അതൊരു പക്ഷേ റോപ്പ് വേ കെട്ടിയായിരിക്കും. അതുകൂടാതെ വ്യോമസേനയും ഇവിടെ ഏതു തരത്തിലുള്ള ഇടപെടൽ നടത്താം എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട്. വീണ്ടും ഹെലികോപ്റ്ററുകൾ ഇവിടത്തേക്ക് എത്തിച്ചുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ എയർലിഫ്റ്റിംഗ് സാധ്യത പരിശോധിച്ചു വരുന്നുമുണ്ട്. ലിബീഷ്. റിയാസ്, ഞാൻ തിരിച്ച്